ഡോക്ടർ ജിൻഡോ, എങ്ങനെ UDF ഇവിടുത്തെ ജനങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം? അപ്പോൾ ഇവിടെ പൗരത്വ പ്രശ്നത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല, ആർട്ടിക്കിൾ 370 കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് എന്നാണ് ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞത്. അങ്ങനെ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസിന് അതിൻ്റെ പ്രതിനിധിയായ ബെന്നി ബെഹനാന് എന്തിന് ചാലക്കുടിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? കഴിഞ്ഞ 5 വർഷക്കാലം ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ MP കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ MP-മാരുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് 5,52,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി. വെളിച്ച വിതരണത്തിന് 1,71,00,000 രൂപയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ 1,65,00,000 രൂപയുടെ പദ്ധതികൾ, റോഡുകൾക്ക് 3 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ 1.5 കോടി രൂപയുടെ പദ്ധതികൾ, കായിക മേഖലയിലും 1 കോടി രൂപയുടെ, ഭിന്നശേഷിക്കാർക്ക് 13 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ, സ്മാർട്ട് അംഗൻവാടികൾക്ക് 2 കോടി, കാർഷിക ആവശ്യങ്ങൾക്ക് 65 ലക്ഷം, SC/ST വിഭാഗങ്ങൾക്ക് 2 കോടി, ST വിഭാഗങ്ങൾക്ക് 1,30,00,000. അങ്ങനെ സമസ്ത മേഖലയിലും ടച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ബെന്നി ബെഹനാന് സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ, ഞാൻ എടുത്തു പറയുന്നു, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ MP-മാരുടെയും തനത് വിനിയോഗ ഫണ്ട് എല്ലാം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു MP അദ്ദേഹത്തിന് സാധിക്കാവുന്ന മുഴുവൻ രീതിയിലും ഫണ്ടുകൾ ചാനലൈസ് ചെയ്ത് CSR ഫണ്ടുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധത്തിലായിക്കൊള്ളട്ടെ, സൗജന്യ വാക്സിൻ കൊടുക്കുന്നതിലായിക്കൊള്ളട്ടെ, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ സമസ്ത മേഖലയിലും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ആ തെളിവിൻ്റെ ബലത്തിലാണ് അദ്ദേഹം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ആ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് LDF പ്രതിനിധി സംസാരിച്ചു. അദ്ദേഹം ജോസഫ് മുണ്ടശ്ശേരി മാഷിന് ശേഷമുള്ള കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന്. എങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി മാഷിന് ശേഷം CPM ആദ്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ മന്ത്രിയായിരുന്ന MA ബേബി മോശക്കാരനായിരുന്നു എന്നാണ് അദ്ദേഹം വ്യംഗ്യതരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ 2 വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ പറഞ്ഞ LDF-ൻ്റെ സ്ഥാനാർത്ഥിയേക്കാൾ മോശക്കാരാണ് എന്നുള്ള അഭിപ്രായമല്ലേ? കാരണം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു C രവീന്ദ്രനാഥ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആളുകളും അതിൽ താഴെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് CAക്ക് എതിരെ മാത്രമല്ല, ഞങ്ങൾ പൗരത്വ വിഷയം മാത്രമല്ല ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങളെ, മതേതര സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന, രാജ്യത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പോലും വളച്ചൊടിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും, അഴിമതിയുടെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ആൾക്കൂട്ട കൊലപാതകങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പട്ടിണിയായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, തൊഴിലില്ലായ്മ ആയിക്കൊള്ളട്ടെ, സ്ത്രീ പീഡനങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ആദിവാസി ദളിത് പീഡനങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ നടക്കുന്ന വലിയ ധ്വംസനങ്ങളൊക്കെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ നരേന്ദ്രമോദിയെ ഏത് രീതിയിൽ എതിർക്കുന്നോ അതേ രീതിയിൽ തന്നെ പിണറായി വിജയനെയും എതിർക്കും. കാരണം ഇവിടെ എക്സാലോജിക് തുടങ്ങിയപ്പോഴാണ് അവിടെ നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് തുടങ്ങുന്നത്. അഴിമതിയുടെ വ്യത്യസ്ത രൂപങ്ങൾ എന്ന് മാത്രം. ഇവിടെ PSC-യുടെ വിദ്യാർത്ഥികൾ, PSC-യിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് മുട്ടിലഴഞ്ഞ് പട്ടിണി സമരം നടത്തുമ്പോൾ പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ഈസ്റ്റർ കഴിഞ്ഞു, വിഷു വരാൻ പോകുന്നു, റംസാൻ വരാൻ പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പലവ്യഞ്ജന സാധനം കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലുണ്ടോ? ഇല്ല. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ് ഉന്നാവവും ഹത്രാസും കാശ്മീരിലെ ആസിഫയുടെയൊക്കെ മരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ എങ്ങനെ വിമർശിക്കുന്നു അതേ രീതിയിൽ തന്നെ വിമർശിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുമുള്ളത്. കോഴിക്കോട് ഹോസ്പിറ്റലിൽ ICU-ൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പം നിന്ന ഹെഡ് നഴ്സിനെതിരെ കേരളത്തിലെ സർക്കാർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഏത് രീതിയിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെ എതിർക്കുന്നു അതേ രീതിയിൽ തന്നെ അതിശക്തമായിട്ട് എതിർക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള, മോദി പിണറായി ഇരട്ട എഞ്ചിൻ സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവിധി UDF-ന് 20 സീറ്റിലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം.